അറിയാതെയാണെങ്കിൽ പോലും നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് 10, 20, 30, 40, 50 വ്യൂസേ വരത്തുള്ളൂ. അതിനായിട്ട് കൂടുതൽ വ്യൂസ് വരത്തില്ല. അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ പഠിക്കാനുള്ളത് കൂടാതെ ഞാൻ എന്ത് ചെയ്ത് ഈ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ അറിയാതെ പറ്റിയ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സൊല്യൂഷൻ കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ഇതന്നെ വരുള്ളൂ. 10 വ്യൂസ്, 15 വ്യൂസ്, 20 വ്യൂസ്. ഇത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തില്ല. കാരണം എന്താണെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ ചെറിയ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ തെറ്റായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്തു പോയതായിരിക്കും. എന്നാൽ പോലും നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് വരുന്നത് 10 വ്യൂസ്, 20 വ്യൂസ്, 30 വ്യൂസ് ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതെന്നും എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നും ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് തുടങ്ങാം. റെഗുലർ അപ്ലോഡ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈമിംഗ് വേണം. ഒന്നെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്ന ആൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഡെയിലി ഒരു ടൈം കണ്ടെത്തണം. ഒരു ടൈം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ വൈകുന്നേരം 5 മണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക്, രാവിലെ 6 മണിക്ക്, രാവിലെ എത്ര മണിക്കാണോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് ഏത് നട്ടപ്പാതിരാക്കാലും കുഴപ്പമില്ല. പക്ഷേ ഒരു ടൈമിങ് നിങ്ങൾ കണ്ടെത്തണം. ആ ടൈമിങ്ങിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ വീഡിയോ ഇത്ര ടൈമിന് എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഓടണം, പോവണം എന്ന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്താം. റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ, വീക്കിലി വീഡിയോ ഇടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്കിലി വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ ഒരു ദിവസം കണ്ടെത്താം. ഫ്രൈഡേ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ സൺഡേ ആണോ, അല്ലെങ്കിൽ സാറ്റർഡേ ആണോ, നിങ്ങൾ ഏത് വീക്കിലി ഏത് വീഡിയോസാണ് എത്ര ദിവസം കൊണ്ടാണ് വീഡിയോ ഇടുന്നത്, ആ വീക്കിലി ഒരു ദിവസം കണ്ടെത്താം. ആ ദിവസത്തിനൊരു ടൈമിങ് കണ്ടെത്താം. ആ ദിവസത്തിൽ ഇന്ന ദിവസം തിങ്കളാഴ്ച ഞാൻ 9 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ട് കൃത്യനിഷ്ഠത പാലിക്കുക. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിന് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അതേ ടൈമിന് റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ആഴ്ചയിലാണ് ഒരു വീഡിയോ എടുത്തേണ്ടത്, ആ ആഴ്ചയിലത്തെ ടൈമിംഗ് കണ്ടെത്തിയാൽ മതി. ആ ആഴ്ചയിൽ ആ ദിവസം, അതിനായിട്ട് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആ ടൈമിന് നിങ്ങൾ വീഡിയോ ഇടാം, അപ്ലോഡ് ചെയ്യുക. ഈ വലിയ വലിയ യൂട്യൂബേഴ്സുമാർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത പരിപാടി അവർ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് മനസ്സിലാക്കുക. ഷോർട്ട് വീഡിയോ നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഷോർട്ട് വീഡിയോ ഒരു ദിവസം 1 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ഇടാത്ത വലിയ വലിയ യൂട്യൂബേഴ്സൊന്നും ഷോർട്ട് വീഡിയോ ഇടാതെയാണ് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് വീഡിയോ ഒക്കെ വന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോ എല്ലാം വന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ മാത്രമായിരുന്നു യൂട്യൂബിൽ ഓൾറെഡി ഇട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഷോർട്ട്സിൻ്റെ അൽഗോരിതം ഇങ്ങനെ ചേഞ്ച് ആയിട്ട് പുതിയ അപ്ഡേറ്റിലെല്ലാം ഷോർട്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഓഡിയൻസ് ചേഞ്ചിങ് നൈസ് മിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓഡിയൻസ് ഇപ്പം നിങ്ങൾക്ക് ഒരു പുതിയൊരു ചാനൽ തുടങ്ങി, നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾക്ക് അതിൽ വ്യൂസ്, ഇപ്പം നിങ്ങളൊരു ടെക് ചാനലാട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ആട്ട്, ഒരു കുക്കിംഗ് ചാനലാട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്ളോഗാട്ട്, എന്തെങ്കിലും ഒരു ചാനൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളൊരു മൈൻഡിലുള്ളൊരു ചാനലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പെറ്റ്സ് സംബന്ധമായിട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡോഗിനെ സംബന്ധമായിട്ടായിരിക്കും, എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിൽ. ഇപ്പം ഞാനൊരു ടിപ്സ് പറയുന്ന ഒരു ചാനലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് സഡൻലി ഈ ചാനൽ മാറ്റിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓഡിയൻസ് മൊത്തം പോകും. ഓക്കെ, ഇപ്പോൾ ഉള്ള 3000 സബ്സ്ക്രൈബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ 10,000 15,000 ആൾക്കാരെ കണ്ട വീഡിയോസ് പോലും കാണുന്നുണ്ട്.
വീഡിയോസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്താവും ഈ സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയിട്ട്, പുതിയ സബ്സ്ക്രൈബർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കിടം കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിൻ്റെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പോയി കഴിഞ്ഞാൽ ഓഡിയൻസ് മിക്സായി കഴിഞ്ഞാൽ യൂട്യൂബ് ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ഈ ടിപ്സ് ചാനൽ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ കാണണമെന്ന് അറിഞ്ഞിട്ടില്ല, പുതിയ ഓഡിയൻസ് വരും, പക്ഷേ നമ്മളെ റീച്ച് കുറയും, ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടൻറ്റ് മിക്സ് ചെയ്യുന്നതിന് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണോ കണ്ടൻറ്റ് ഇട്ടത് അതേ കണ്ടൻറ്റ് ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് അതേ കണ്ടൻറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ 10 വ്യൂസ് ആയിരിക്കും ആദ്യം സ്റ്റാർട്ടിങ് വീഡിയോ ഇടുന്ന സമയത്ത് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ 20 വ്യൂസ് ആയിരിക്കും വരുന്നത്, 30 വ്യൂസ് ആവും, 40 വ്യൂസ് ആവും, 50 വ്യൂസ് ആവും, ഇങ്ങനെ കയറി പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഒരു 10 വീഡിയോ ഇട്ട് 20 വീഡിയോ ഇട്ടതിന് ശേഷവും വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യും. കണ്ടൻറ്റ് മിക്സ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഓഡിയൻസും പോയി, നമുക്ക് പുതിയ ഓഡിയൻസ്, ഇപ്പോൾ 1000 ഓഡിയൻസ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 2000-3000 ഓഡിയൻസ് പുതിയ കണ്ടൻറ്റിന് നമ്മളെ നല്ല കണ്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു 3000 ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ റീച്ചിലേക്ക് പോകും. ആ വീഡിയോ ഓൾറെഡി അൽഗോരിതം നല്ല രീതിയിൽ പ്രവർത്തിക്കും, കൂടുതൽ ആൾക്കാരിലേക്ക് എൻഗേജ്മെൻറ്റ് കൊടുക്കും. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്ത് നമ്മളെ ഒരു ഓഡിയൻസ് 1000 ഓഡിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, 1000 സബ്സ്ക്രൈബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ 1000 സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ഓഡിയൻസും വരത്തില്ല, ഈ സബ്സ്ക്രൈബറും പോകും. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബർ പോകുന്ന മാത്രമല്ല നമ്മളെ വീഡിയോസ് അവിടെ തന്നെ സ്റ്റക്കായി കിടക്കും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ത്രൂ റേറ്റ്, CTR ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ തംബ്നെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് റേറ്റ് ആണ്. ഓക്കെ, നമ്മളൊരു വീഡിയോ കണ്ട്, ഒരാൾ ഒരു വീഡിയോ കണ്ട്, ഇതിന് സൊല്യൂഷൻ കണ്ടെത്തട്ടോ, ഇതിനെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ രണ്ടാമത് വീഡിയോ ഇടേണ്ടത്, ഞാൻ ഫുൾ ഈ വീഡിയോയിൽ ലാസ്റ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ഫുള്ള് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മൂന്നാമത്തത് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു തംബ്നെയിൽ ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് നമ്മൾ നല്ല ഹുക്ക് കൊടുക്കാം. നല്ല ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് അവർ എന്തായാലും വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് എന്താവും, നമ്മളെ വീഡിയോസ് അവർക്ക് പിന്നെ കാണാൻ തോന്നുന്ന രീതിയിലായിരിക്കണം. അപ്പം നമ്മളൊരു 30 സെക്കൻഡ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അത് കൊണ്ടുപോകും. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോ ഒരാൾ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അയച്ച ആൾക്കാർ എല്ലാവരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യും. 30 സെക്കൻഡിൽ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമില്ല, ആ വീഡിയോക്ക് എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ടൈറ്റിലും തംബ്നെയിലും ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന തെറ്റാണ്, നമ്മൾ ശരിയായ ടൈറ്റിൽ കൊടുക്കത്തില്ല. CTR കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് തംബ്നെയിൽ കൊടുക്കത്തില്ല, ടൈറ്റിലും കൊടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബ് അയച്ച ആൾക്കാർ പോലും അത് ക്ലിക്ക് ചെയ്യത്തില്ല. ക്ലിക്ക് ചെയ്യാണ്ട് അത് ഡൗൺ ആയി കിടക്കും, നമ്മളെ വീഡിയോസ് ഡൗൺ ആയി കിടക്കും. ഇതേപോലെ റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തംബ്നെയിലും ടൈറ്റിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലാത്ത സമയത്ത് നമ്മളെ വീഡിയോസ് ഡൗൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരോ മാർക്ക് ഡൗൺ ആയി കിടക്കുന്നുണ്ടെങ്കിൽ 3-4 വീഡിയോസിന് ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ, പിന്നെ നമ്മൾ എത്ര നല്ല ടൈറ്റിലും എത്ര നല്ല തംബ്നെയിലും കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോ റീച്ച് ആവത്തില്ല, കാരണം ഓൾറെഡി ഇത് ബാക്കിയുള്ള വീഡിയോസ് സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ യൂട്യൂബ് അവിടെ നമ്മുടെ ചാനൽ തന്നെ സ്റ്റക്കായി കിടക്കും. ഓക്കെ, പിന്നെ എത്ര നല്ല കണ്ടൻറ്റ്, എത്ര നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ഇട്ടിട്ടും ആ വീഡിയോക്ക് പോലും വ്യൂസ് വരത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 4-5 വീഡിയോ ഇട്ടതും ഫുള്ള് റേറ്റിംഗ് താഴെയാണ്, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ യൂട്യൂബ് 4-ാമത്തെ 5-ാമത്തെ വീഡിയോസ് പോലും ആ ആൾക്കാർക്ക് പോലും അയക്കത്തില്ല, പുതിയ ആൾക്കാർക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അതേ രീതിയിലായിരിക്കും നമ്മളെ വരുന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൾഡ് കണ്ടന്റ് സ്ട്രാറ്റജി. ഓക്കെ, ഓൾഡ് കണ്ടന്റ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ഓൾഡ് കണ്ടന്റ് സ്ട്രാറ്റജി. ഓൾഡ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പഴയ ഒരു വീഡിയോ ആണ്. ഓക്കെ, പഴയ ഒരു വീഡിയോ ക്വാളിറ്റി ഇല്ല, ഒരു ക്വാളിറ്റിയും ഇല്ല,
വീഡിയോക്ക് നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന അതേ ടോപ്പിക്ക് പിന്നെയും നിങ്ങൾ എന്ത് ചെയ്ത് അതേ ടോപ്പിക്കും അതേ വീഡിയോസും പിന്നെയും റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വീഡിയോ പോലും ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 5ാമത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും, നമ്മളെ ഓഡിയൻസിന് മനസ്സിലാവും എന്താണ് ഈ വീഡിയോയിൽ ഇതാണുള്ളത്, ഇതിനായിട്ട് അപ്പുറത്തിൻ്റെ ഒരു കണ്ടന്റ് ഇല്ല എന്ന് നമ്മളെ ഓഡിയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീഡിയോക്ക് അവിടെ പിന്നെ വ്യൂസ് വരത്തില്ല, അത് അവിടെ സ്റ്റക്കായി കിടക്കുക. അപ്പം നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോസ് ഇടുന്നതെന്ന് വിചാരിച്ചു, നമ്മളൊരു ഫ്ലവറിനെ കുറിച്ചിട്ട് ഒരു പറയാണ്, അതേ ഫ്ലവറിനെ കുറിച്ചിട്ടും അതേ ഗാർഡൻസിനെ കുറിച്ചിട്ടും നമ്മൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ വീഡിയോക്ക് വ്യൂസ് വരത്തില്ല. അതേ ടോപ്പിക്ക്, അതേ കണ്ടൻറ്റ്, അതേ വാക്കുകൾ പിന്നെയും നമ്മൾ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 വീഡിയോ പോലും നമ്മൾ ഓഡിയൻസ് കാണും. ഈ ഓഡിയൻസ് 3ാമത്തെ വീഡിയോ കാണുന്ന സമയത്ത് 4ാമത്തെ വീഡിയോ അവർക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഈ വീഡിയോയിലുള്ളത് എന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വീഡിയോക്ക് വ്യൂസ് സഡൻലി ഒരു 200-300 വ്യൂസ് ഉണ്ടായാൽ പോലും സഡൻലി 10 വ്യൂസായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ, നെക്സ്റ്റ് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സ്പാം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് യൂട്യൂബിന് തോന്നിക്കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിടുന്ന നെക്സ്റ്റ് വീഡിയോസ് ആ വീഡിയോസിന് റീച്ച് വരത്തില്ല. ആ റീച്ച് ഓട്ടോമാറ്റിക്കലി വന്നാലായി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് റീച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ റീയൂസ്ഡ് കണ്ടന്റ് ഇടുകയാണെങ്കിൽ മെയിനായിട്ട് പ്രോബ്ലം വരുന്നത് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത്. 2ാമത്തെ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വരുന്ന വീഡിയോസിന് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യത്തില്ല. ഓക്കെ, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റ ഫുള്ള് യൂട്യൂബിൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊരു റീയൂസ്ഡ് കണ്ടന്റ് വരാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനത്തെ കാര്യം വേറെ സോഷ്യൽ മീഡിയ ആപ്പിൽ നിന്നും നമ്മൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഇല്ലെങ്കിൽ പോലും റീയൂസ്ഡ് കണ്ടന്റ് വരാൻ സാധ്യതയുണ്ട്. ആ റീയൂസ്ഡ് കണ്ടന്റ് വരുന്ന സമയത്ത് യൂട്യൂബിന് തന്നെ അൽഗോരിതത്തിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഈ വീഡിയോക്ക് റീച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് മറ്റുള്ളവരുടെ കണ്ടൻറ്റാണ്, ഓൺ കണ്ടൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോക്ക് റീച്ച് വരത്തില്ല. ചിലപ്പോൾ റീച്ച് വന്നാൽ തന്നെ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് ഉൾപ്പെടും. അതേപോലെ നിരന്തരമായിട്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളുടെ ചാനൽ മൊത്തം സ്റ്റക്കായി കിടക്കും, പിന്നെ വ്യൂസ് കയറത്തില്ല. അപ്പം നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിലും പുതിയ ചാനലുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പം നിങ്ങളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ വീഡിയോക്ക് നമുക്ക് ഒരു റിയാക്ഷനും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ വീഡിയോ അവിടെ സ്റ്റക്കായി കിടക്കും. ഓക്കെ, ആ വീഡിയോ സ്റ്റക്കായി കിടക്കും, നമ്മളെ ചാനലും സ്റ്റക്കായി കിടക്കും. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്നുകിൽ കമൻറ്റ് ലൈക്ക് ആയിക്കോട്ടെ ഡിസ്ലൈക്ക് ആയിക്കോട്ടെ, രണ്ടായാൽ പോലും അത് റിയാക്ഷൻ ചെയ്യാണ്. ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഓഡിയൻസ് റിയാക്ഷൻ ചെയ്യാണ്, നമ്മളെ വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്ന് പറയുന്നത് ഇത് 3ഉം റിയാക്ഷനാണ്. ഓൾറെഡി യൂട്യൂബിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോക്ക് കിട്ടുന്ന റിയാക്ഷനാണ് ഈ കാര്യങ്ങൾ. അപ്പം നമുക്കൊരു ലൈക്ക് ആയിക്കോട്ടെ ഡിസ്ലൈക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ യൂട്യൂബ് മനസ്സിലാക്കും നമ്മളെ ഓഡിയൻസ് നമ്മളെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും എന്ത് കണ്ടന്റ് അതൊന്നും നോക്കൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമൊന്നും നോക്കൂല, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും നോക്കൂല, എന്തെങ്കിലും ഒരു കണ്ടന്റ് അവരിടും. കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ് വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ പോലും അത് ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അവർക്ക് വ്യക്തമായിട്ട് പ്ലാനോട് കൂടിയിട്ടാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തെറി പറയും, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ഇടും.
അപ്പോൾ അവർക്ക് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്റ്റിനനുസരിച്ചിട്ടാണ് അവർ ഉയർന്നു പൊങ്ങുന്നുള്ളത്. പക്ഷേ ഇത് മറ്റുള്ള ഓഡിയൻസ് മനസ്സിലാക്കുന്നില്ല, ഓഡിയൻസിനെ അറിയത്തില്ല. ഓഡിയൻസ് വിചാരിക്കുന്ന ഇയാളെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അങ്ങ് നിർത്തിപ്പോകുന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം നേരെ ഉൾട്ടിയാണ് പ്രവർത്തിക്കുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാവുന്നത് ഈ വീഡിയോക്ക് റിയാക്ട് വരുന്നുണ്ട്, അതാണ് അവർ നോക്കുന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയാൻ പോകുന്നത് വെച്ചാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയതായിട്ട് തുടങ്ങിയ ചാനലുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, ഒന്നും അറിയാത്തവരാണ് എന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും, നിങ്ങളെന്നല്ല ആരായാലും ഒരു അറിയാത്തവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത് ഇവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ നല്ല അടിപൊളി ചിലപ്പോൾ കണ്ടന്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കും. അവർക്ക് തന്നെ തോന്നിയിട്ട് അവരെന്ത് ചെയ്യും, സഡൻ ആയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യും, വ്യൂസ് വരുന്നുണ്ടോ എന്ന് നോക്കും, ഡെയിലി ചെക്ക് ചെയ്യും. ഡെയിലി ചെക്ക് ചെയ്തിട്ട് വ്യൂസ് വരുന്നില്ല, സഡനായിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യും. വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോക്കും അതേപോലെ ആയിരിക്കും, 10, 5, 6, 7 വ്യൂസ് വരും. അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും, വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അതേ വീഡിയോ പിന്നെ റിപ്പീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട്. ആ സമയത്ത് ആ വീഡിയോക്ക് പിന്നെ റീച്ച് കുറവാകും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ ഒരു വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ പല വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈവ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ സഡനായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ അവിടെ സ്റ്റക്കാവും. ചാനൽ തന്നെ റീച്ചിലേക്ക് പോകത്തില്ല, ചാനൽ തന്നെ റെക്കമെൻഡേഷനിൽ യൂട്യൂബ് മനസ്സിലാക്കും അത് ഓൾറെഡി നിങ്ങൾ ടൈം പാസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്, നിങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ചാനലിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീഡിയോക്ക് വീഡിയോക്കും നിങ്ങൾ പിന്നെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, കുറേ ദിവസങ്ങളെടുക്കും. പിന്നെ പിന്നെ എത്ര വ്യൂസ് നിങ്ങൾ ഇതേപോലെ നിരന്തരമായിട്ട് ഡിലീറ്റ് ചെയ്ത് വേറെ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് വരുത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ വീഡിയോ ആ ചാനൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റ് പറ്റുന്ന കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് അപ്ലോഡ് ചെയ്യും. ആ ലൈവ് ഇട്ട സമയത്ത് ചിലപ്പോൾ വ്യൂസ് വരുന്നില്ല എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് ആയിക്കോട്ടെ, ലൈവ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. പ്രൈവറ്റ് ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. നിങ്ങൾ വേറെ വീഡിയോ ഇടാം. ഓക്കെ, ആ വീഡിയോ 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്ത് നിങ്ങളെ വീഡിയോസിന് ക്വാളിറ്റി ഇല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും, അല്ലെങ്കിൽ തമാശാക്കും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മോശമാണ് എന്ന് തോന്നിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ മൈൻഡിലേക്ക് അങ്ങനെ തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സഡനായിട്ട് ഡിലീറ്റ് ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക, വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, പബ്ലിക്കാക്കുക. വേറെ വീഡിയോ പബ്ലിക്കാക്കിയാൽ മതി, അത്രേ കാര്യമുള്ളൂ. വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ അവിടെ സ്റ്റക്കായി നിൽക്കും. നിങ്ങൾക്ക് പിന്നെ എത്ര വീഡിയോ ഇട്ടിട്ടും നിങ്ങൾക്ക് അതിലേക്ക് റീച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയെന്ന് മെയിനായിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയി എന്ന് വിചാരിച്ചോ, നിങ്ങളൊരു തെറ്റ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു പോയി, ഇതുവരെയുള്ള നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളങ്ങനെ ചെയ്തു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇന്നത്തോടെ നിർത്താം. ഈ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തോടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3-4 ദിവസത്തേക്ക് വീഡിയോ ഇടരുത്, ഷോർട്സ് ഇടരുത്, ലൈവ് ഇടരുത്, ലോങ് ഇടരുത്. ഓക്കെ, 3-4 ദിവസത്തേക്ക് നിങ്ങൾ ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ആ ചാനൽ തന്നെ നോക്കാൻ പാടില്ല. ഓക്കെ, 2-3 ദിവസം 4 ദിവസം മാക്സിമം ഒരു 4 ദിവസത്തേക്ക് നിങ്ങൾ വീഡിയോ ഇടരുത്. വീഡിയോ ഇടാണ്ട് അങ്ങനെ തന്നെ വെക്കുക. 5-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളി ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്ത് ഗെയിമിങ് ചാനൽ, നിങ്ങളിപ്പോൾ എന്ത് ചാനൽ നമുക്കറിയത്തില്ല, നിങ്ങൾ വീഡിയോ കാണുന്നവരാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർ എന്ത് ചാനലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗെയിമിങ് ചാനലായിരിക്കും നിങ്ങളുടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് ചാനലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു ടോയ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾ ഒരു കണ്ടൻറ് ഉണ്ടാവും, ഒരു ടോപ്പിക് ഉണ്ടാവുമല്ലോ. ഈ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചിട്ട്, ഞാൻ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒരു 4-5 ദിവസത്തേക്ക് വീഡിയോ ഇടരുത്. 5-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 5-ാമത്തെ ദിവസം സഡൻലി പോയിട്ട് പല വീഡിയോസ് ഇടാൻ നിൽക്കരുത്. നിങ്ങൾ ഇടേണ്ടതെന്ന് വെച്ചാൽ
ആദ്യം ഒരു ഷോർട്സ് ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോക്ക് ആ ഷോർട്സിന് നല്ല അടിപൊളി ഹുക്ക് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും ഹുക്ക് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പിറ്റേ ദിവസം അതേ ടൈമിൽ സെയിം ടൈമിൽ നിങ്ങളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അതേപോലത്തെ കണ്ടന്റ് ആയിരിക്കണം, നിങ്ങൾ മുന്നേ ഇട്ട അതേപോലത്തെ കണ്ടന്റ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഹുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അതേപോലെ 2-3 ദിവസം നിങ്ങൾ നിരന്തരമായിട്ട് 3 ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, 3 ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ഷോർട്സ് അപ്ലോഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. 2 ഷോർട്സ് മാക്സിമം പറ്റുന്നവരെ 2 ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഈ 3 ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഷോർട്സ് ആദ്യം അപ്ലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ ലോങ് വീഡിയോയിലേക്ക് തിരിയുക. ലോങ് വീഡിയോ അല്ല, നിങ്ങൾ ഷോർട്സ് ഇടുന്നില്ല, വെറും ലോങ് വീഡിയോ മാത്രം ഇടുന്ന ആണെങ്കിൽ പോലും നിങ്ങൾ ഷോർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് 3-4 ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് വ്യൂസ് വന്നോ വന്നില്ലേ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് അതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു 30 സെക്കൻഡ് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രൂപത്തിലുള്ള ഒരു ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ലോങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു 30 സെക്കൻഡ് ആൾക്കാരെ മുൻനിരയിൽ നിർത്തുന്നതെന്ന് പറയൂലേ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു ടെക് വീഡിയോസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഏതെങ്കിലും നല്ലൊരു കട്ട്സ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എഡിറ്റിങ്ങിൽ ഇടും. അതിനുശേഷം ആ കട്ട്സ് എല്ലാം മൊത്തത്തിൽ വീഡിയോ കാണാനുള്ള കാണാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും അവർ കട്ട്സ് ഇടുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്പീഡാക്കിയിട്ട് കട്ട്സ് ഇടും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കട്ട്സ് ഇടും. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹുക്ക് കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ ആദ്യം വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അതിന് നല്ല അടിപൊളിയായിട്ട് തംബ്നെയിൽ ഉണ്ടായിരിക്കണം, നല്ല സൂപ്പറായിട്ടുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കേണ്ടതെന്ന്, എങ്ങനെയാണ് തംബ്നെയിൽ കൊടുക്കേണ്ടതെന്ന് ഞാൻ ഫുള്ള് വീഡിയോസ് ഓൾറെഡി വേറെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് കിട്ടും. ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ വീഡിയോസ് വേണ്ടത് ആ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാവുന്നതായിരിക്കും. തംബ്നെയിലിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, കീവേഡ്സിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ടൈറ്റിലിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹാഷ്ടാഗ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തംബ്നെയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വീഡിയോസാണ്, എങ്ങനെയാണ് വീഡിയോസ് ഇട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ, ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കിട്ടും. ആ പ്ലേലിസ്റ്റിൽ ഫുള്ള് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വീഡിയോസ് കാണാനുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ കണ്ടാൽ മതി.